നമസ്കാരം, വെൽക്കം ബാക്ക് PSC ആൻഡ് ടെക് വിത്ത് അഖിൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ്. അതിൽ NDPS ആക്ടിനെ കുറിച്ചാണ് നോക്കുന്നത്. വീഡിയോയിലേക്ക് പോവാം. വൈ NDPS ആക്ട് വാസ് എനാക്റ്റഡ്? നിയമം കൊണ്ടുവരുന്നത് എന്തിനായിരുന്നു? NDPSൻ്റെ നിയമം കൊണ്ടുവരുന്നത് എന്തിനായിരുന്നു എന്നാണ്. മയക്കുമരുന്നും മനോഭാവം മാറ്റുന്ന പദാർത്ഥങ്ങളും നിയന്ത്രിക്കാനും അവയുടെ ദുരുപയോഗം തടയാനും വേണ്ടിയാണ് 1985 NDPS നിയമം കൊണ്ടുവന്നത്. ഇന്ത്യ താഴെ പറയുന്ന അന്താരാഷ്ട്ര കരാറുകളിൽ ഒപ്പുവച്ചിരിക്കുന്നു. സിംഗിൾ കൺസർവേഷൻ ഓൺ നർക്കോട്ടിക് ഡ്രഗ്സ് 1961, കൺവെൻഷൻ ഓൺ സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് 1971. അടുത്തത് ഒരു ഡെഫിനിഷനാണ്. മയക്കുമരുന്ന് എന്നത് കൊക്ക ലീഫ്, കഞ്ചാവ്, ഒപ്പിയം, പോപ്പി സ്ട്രോ എന്നിവ ഉൾപ്പെടുന്നതാണ് മയക്കുമരുന്നെന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഡ്രഗ്സ് പ്രസൻറ്റ് സിനാരിയോ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ മയക്കുമരുന്ന് ഉപയോഗം ഉയരുകയാണ്, പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ. മയക്കുമരുന്ന് കടത്തും അനധികൃത വ്യാപാരവും വലിയ പ്രശ്നങ്ങളാണ്. യൂസ്ഡ് ആൻഡ് അബ്യൂസ് ഓഫ് ഡ്രഗ്സ്. വൈദ്യശാസ്ത്രപരമായ ഉപയോഗം നിയമപരമാണ്. അതായത് ഡ്രഗ്സ് വൈദ്യശാസ്ത്രപരമായിട്ട് ഉപയോഗിക്കുന്നത് നിയമപരമാണ്. പക്ഷേ അതിൻ്റെ ദുരുപയോഗം ലഹരി, കുറ്റകൃത്യം, ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയിലേക്ക് വഴിയൊരുക്കുന്നു. അടുത്ത ചോദ്യം, ടൈപ്സ് ഓഫ് ഡ്രഗ്സ്. നാച്ചുറൽ, സെമി സിന്തറ്റിക്, സിന്തറ്റിക്. പ്രകൃതിദത്തമായിട്ടുള്ള ഡ്രഗ്സുകൾ എന്തൊക്കെയാണ്? അത് കഞ്ചാവും ഒപ്പിയവുമാണ്. എന്നാൽ അർദ്ധ സിന്തറ്റിക് ആയിട്ടുള്ള ഡ്രഗ്സ് ഏതെന്ന് വെച്ചാൽ ഹെറോയിനാണ്. സിന്തറ്റിക് ആയിട്ടുള്ള ഡ്രഗ്സ് ഏതാണെന്ന് വെച്ചാൽ അതായത് സിന്തറ്റിക് ഡ്രഗ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ LSDയും ആംഫെറ്റാമൈനും ആണ്. ഓക്കെ. അടുത്ത ക്ലാസിഫിക്കേഷൻ ആൻഡ് ടൈപ്സ് ഓഫ് നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ്. മയക്കുമരുന്നുകളിൽ ഒപ്പിയം അഥവാ അഫ്രിൻ എന്ന് പറയുന്ന ഒരു മയക്കുമരുന്നുണ്ട്. അതുപോലെ തന്നെ മോർഫിൻ, ഹെറോയിൻ, ഇതൊക്കെ എന്താണ് മയക്കുമരുന്നുകളിൽ പെടുന്നവയാണ്. എന്നാൽ മനോഭാവം, നമ്മുടെ ചിന്തയൊക്കെ മാറ്റുന്ന തരത്തിലുള്ള മയക്കുമരുന്നുകളാണ് LSD, MDMA, കൊക്കൈൻ, ഇതൊക്കെ. അടുത്ത പറയാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് സെക്ഷനുകളെ കുറിച്ചാണ്. NDPSലെ ആക്റ്റിലെ ഇമ്പോർട്ടൻ്റ് സെക്ഷനുകൾ. സെക്ഷൻ 8 പറയുന്നത് പ്രൊഹിബിഷൻ ഓഫ് സെർട്ടൈൻ ആക്ടിവിറ്റി. ചില പ്രവർത്തനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തുന്നു, അതാണ് സെക്ഷൻ 8 പറയുന്നത്. എന്നാൽ സെക്ഷൻ 20 പറയുന്നത് എന്താണ്? പണിഷ്മെൻറ്റ് ഫോർ കാനബീസ് അഥവാ കഞ്ചാവിന് ശിക്ഷ നൽകുന്നതിനെക്കുറിച്ചാണ് സെക്ഷൻ 20 പറയുന്നത്. ഓക്കെ. അടുത്ത സെക്ഷൻ 21 പറഞ്ഞാൽ എന്താണ്? മാനുഫാക്ചറിങ് ഡ്രഗ്സ്, എക്സാമ്പിൾ ഹെറോയിൻ. നിർമ്മിത മരുന്നുകൾക്കുള്ള ശിക്ഷയാണ് സെക്ഷൻ 21 പറയുന്നത്. അതായത് നിർമ്മിതമായിട്ടുള്ള കഞ്ചാവുകൾക്കുള്ള ശിക്ഷയെക്കുറിച്ചാണ് സെക്ഷൻ 21 പറയുന്നത്. ഓക്കെ. അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ 22 സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ്. മനോഭാവവും ചിന്തയും ഒക്കെ മാറുന്ന തരത്തിലുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ശിക്ഷയെക്കുറിച്ചാണ് അതിൽ പറയുന്നത്. സെക്ഷൻ 22 നമ്മുടെ സ്വഭാവവും നമ്മുടെ മനസ്സുമൊക്കെ മാറുന്ന തരത്തിലുള്ള കഞ്ചാവ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ശിക്ഷയെക്കുറിച്ചാണ് അതിൽ പറയുന്നത്. സെക്ഷൻ 22. അടുത്ത സെക്ഷൻ 27 എന്ന് പറയുന്നത് എന്താ? പേഴ്സണൽ യൂസ്, പൊസഷൻ, ലെസ്സർ പണിഷ്മെൻറ്റ്. വ്യക്തിപരമായ ഉപയോഗം എന്നാൽ കുറവായ ശിക്ഷയാണ്. വ്യക്തിപരമായിട്ട് നമ്മൾ സ്വയമാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ നമുക്ക് കുറവ് ശിക്ഷയായിരിക്കും ലഭിക്കുന്നത്. ഓക്കെ. എന്നാൽ സെക്ഷൻ 36 പറയുന്നത് എന്താണ്? സ്പെഷ്യൽ കോർട്ട്, പ്രത്യേക കോടതിയെക്കുറിച്ചാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേക കോടതിയെക്കുറിച്ചാണ് സെക്ഷൻ 36 പറയുന്നത്. അടുത്തത് സെക്ഷൻ 50 പറയുന്നത് എന്താ? സെർച്ച് ആൻഡ് സെയ്ഷർ പ്രൊസീജിയേഴ്സ് എന്നാണ്. പരിശോധനയും പിടികൂടലും. നമ്മുടെ കയ്യിൽ എന്താണ് ഈ കഞ്ചാവ് പോലുള്ള മയക്കുമരുന്നുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അവയുടെ പരിശോധനയും അവയെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 50 എന്ന് പറയുന്നത്. സെക്ഷൻ 64A എന്ന് പറയുന്നത് എന്താണ്? ഇമ്മ്യൂണിറ്റി ഫോർ അഡിക്ട്സ് സീക്കിംഗ് ട്രീറ്റ്മെൻറ്റ്. അതായത് ചികിത്സ തേടുന്ന ലഹരി ആശ്രിതർക്കുള്ള മാപ്പെന്നാണ്. അതായത് എന്താണ്? ലഹരി ഉപയോഗിച്ചതിന് ശേഷം അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ട് ചികിത്സ തേടുന്നുവെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് മാപ്പ് നൽകുന്നതുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 64A. അടുത്തത് പണിഷ്മെൻറ്റ്, റീഹാബിലിറ്റേഷൻ ആൻഡ് ഡി അഡിക്ഷൻ. ശിക്ഷയുടെ അളവിനെ ആശ്രയിച്ചാണ് പണിഷ്മെൻറ്റും റീഹാബിലിറ്റേഷനും ഡി അഡിക്ഷനും ഒക്കെ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അതുമാത്രമല്ല, ആദ്യമായിട്ടാണ് ഇതിൻ്റെ ഒരു കുറ്റം ചെയ്യുന്നത് എങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ പുനരധിവാസത്തിനായിട്ട് അയക്കും. അതായത് ഡി അഡിക്ഷൻ സെൻറ്ററിലോട്ടോ റീഹാബിലിറ്റേഷൻ സെൻറ്ററിലോട്ടോ ഒക്കെ അങ്ങനെയുള്ളവരെ അയക്കുന്നു.
മാത്രമല്ല അങ്ങനെയുള്ളവർക്ക് എന്താണ് നിയമം പിന്തുണ നൽകുകയും കൗൺസിലിംഗ് നൽകുകയൊക്കെ ചെയ്യുന്നു. ഇനി അടുത്ത പറയാൻ പോകുന്നത് നമ്മുടെ കയ്യിൽ ഉള്ള മയക്കുമരുന്ന് അല്ലെങ്കിൽ കഞ്ചാവ് പോലുള്ള ലഹരി വസ്തുക്കളുടെ എന്താണ് അവയുടെ അളവിനനുസരിച്ച് ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച് ആണ് പറയാൻ പോകുന്നത്. ചെറിയ അളവിൽ മാത്രമാണ് നമ്മുടെ കയ്യിൽ മയക്കുമരുന്ന് ഉള്ളത് എങ്കിൽ 6 മാസം വരെ തടവോ അല്ലെങ്കിൽ 10,000 രൂപ വരെ പിഴയോ ലഭിക്കാവുന്നതാണ്. എന്നാൽ ഇത് ഇടത്തരം രീതിയിൽ കുറച്ചുകൂടി കൂടുതലായിട്ടാണ് ഉള്ളത് എങ്കിൽ 1 വർഷം മുതൽ 10 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാവുന്നതാണ്. എന്നാൽ വിൽക്കുന്ന രീതിയിൽ, അതായത് വാണിജ്യ അളവായിട്ടാണ് നമ്മുടെ കയ്യിൽ ഉള്ളത് എങ്കിൽ, ഈ പറയുന്ന ലഹരി വസ്തുക്കൾ ഉള്ളത് എങ്കിൽ 10 വർഷം മുതൽ 20 വർഷം വരെ തടവും 2 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റങ്ങളാണ്. അടുത്ത PS സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസാണ്. സെക്ഷൻ 20 എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കാനബിസ്, കഞ്ചാവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത് മിനിമം പണിഷ്മെൻറ്റ് ഫോർ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി, അതായത് വാണിജ്യ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന മിനിമം പണിഷ്മെൻറ്റാണ് ചോദിക്കുന്നത്. 10 വർഷം വരെ ഉള്ള തടവാണ് ലഭിക്കുന്നത്. അടുത്തത് ആക്ട് പാസ്ഡ് ഇൻ വിച്ച് ഇയർ? 1985. NDPSൻ്റെ ആക്ട് പാസ്സായത് 1985. ഹൂ എൻഫോഴ്സസ് ദി ആക്ട്? NCB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ എന്നാണ്. ഹൂ എൻഫോഴ്സസ് ദി ആക്ട് എന്ന് പറഞ്ഞാൽ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ. ഗഞ്ച സ്മാൾ ക്വാണ്ടിറ്റി ലിമിറ്റ്, കഞ്ചാവിൻ്റെ സ്മാൾ ക്വാണ്ടിറ്റി ലിമിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ബിലോ 1 kg. 1 കിലോയ്ക്ക് താഴെയുള്ളതിനെയാണ് സ്മാൾ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്നത്. താങ്ക് യു.